ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ദോശ പലതരത്തിൽ പല ആൾക്കാരും ഉണ്ടാക്കും. ഞാനിത് എളുപ്പത്തിൽ എന്നാൽ ഒരു നല്ലൊരു ദോശയാണ്. എൻ്റേതായ ഞാനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പരിപ്പുകളുണ്ടോ അതൊക്കെ നമുക്കിതിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇഡലിപ്പൊന്നിയാണ് കൂടുതലും നല്ലത്. പച്ചരിയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ചെറുപയർ പരിപ്പ്, മസൂർ ദാൽ, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കുറേശ്ശെ നമുക്ക് ചേർക്കാം. ഒരു തലേദിവസം ഇത് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. കുതിർത്തിയ വെള്ളം തന്നെ നമ്മൾ അരയ്ക്കാൻ എടുക്കണം. പിന്നെ പിറ്റേ ദിവസം കാലത്ത് അതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഭയങ്കര നൈസായിട്ട് അരയൊന്നും വേണ്ട. നമ്മൾ മസാല ദോശയ്ക്കൊക്കെ അരയണ പോലെ അങ്ങനെ നൈസായിട്ട് കിടക്കണ്ട. നമുക്കിപ്പോൾ അതിലത്തെ അരിയും ആ പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് തരി കിടന്നാലും കുഴപ്പമില്ല. മാവ് അരച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കായം ഒരു 1/4 ടീസ്പൂൺ തന്നെ, 2 പ്രാവശ്യം ഒന്ന് കുടഞ്ഞാൽ മതി അതിലേക്ക്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ ചട്നി കൂട്ടി കഴിക്കുമ്പോൾ ചട്നിയിലും ഉണ്ടാവും ഉപ്പ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത്രയും കട്ടിയിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക. കുറേ ലൂസാക്കരുത്. കുറേ ലൂസാക്കിയാൽ ദോശ ശരിക്കും കിട്ടില്ല. ഈ ദോശ നല്ലതാണ് കേട്ടോ, കാരണം ഇത് 1-2 കഴിച്ചാൽ തന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ലതാണ്. ഇതിൽ കാർബ്സ് കുറച്ച് അരിയല്ലേ നമ്മൾ എടുക്കണുള്ളൂ. ബാക്കിയൊക്കെ പയറാണ്, പരിപ്പ് വർഗ്ഗങ്ങളാണ്. അപ്പോൾ പ്രോട്ടീൻ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് കുറവും. അങ്ങനെ ആദ്യം പാൻ നല്ല ചൂടാക്കുക. പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് സൗണ്ട് ഒക്കെ വരില്ലേ നമുക്ക്, ആ സൗണ്ടാണ് ഇതിൻ്റെ ചൂട് നോക്കണത്. എന്നിട്ട് ഓരോ തവി എടുത്തൊഴിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നെയ്യും ബട്ടറും സൺഫ്ലവർ ഓയിലും ഒന്നും ഒഴിച്ചാൽ ഇത് നന്നാവില്ല. ഇതാണ് കൂടുതൽ നല്ലത് കേട്ടോ, നല്ലെണ്ണ. ഇപ്പം നല്ലെണ്ണ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരും. അപ്പോൾ നമുക്കിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് പോരും. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാക്കുമ്പോൾ അത്ര നന്നാവില്ല, അത്ര രസം ഉണ്ടാവില്ല. ഇത് ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് നല്ലത്. നല്ല ചൂടോടും മുരുമുരാന്ന് ഇങ്ങനെ ചട്നി കൂട്ടി കഴിക്കണം. അപ്പോൾ ഉണ്ടാക്കുക, അപ്പം തന്നെ കഴിക്കുക. അല്ലാണ്ട് എടുത്തു വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് പോയി. പിന്നെ ഇത് തമിഴ്നാട്ടുകാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ സവോളയും പിന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കടുക് പൊട്ടിച്ച് അതിലൊന്ന് മൂപ്പിച്ചിട്ട് ഇത് ഈ മാവിലിട്ട് കൊടുക്കും. അപ്പോൾ അതും നല്ലത് തന്നെയാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അത് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടല്ലേ, കുറച്ചും കൂടെ സമയം പോണതല്ലേ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുക. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ദോശ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. മിക്ക ആൾക്കാരും ഉണ്ടാക്കും. എന്നെ പരിപ്പൊന്നൊന്നുമില്ല, എന്ത് പരിപ്പ് നമ്മുടെ വീട്ടിലുണ്ടോ അതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരി എടുക്കുന്നതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള പരിപ്പുകൾ ഇട്ട് കൊടുക്കുക. ചെറുപയർ പരിപ്പില്ലെങ്കിൽ ചെറുപയർ കുതിർത്തിയിട്ട് ഇതിൽ ചേർത്താലും അരച്ചാലും കുഴപ്പമില്ല. കണ്ടതേ അടുത്ത ദോശ ഇത് നല്ല ക്രിസ്പി അല്ലേ, നല്ല മസാല ദോശ പോലെ. ഇങ്ങനെ ഇത് തക്കാളി ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാനാണ് കൂടുതൽ നല്ലത് കേട്ടോ, തക്കാളി ചട്നി. ഇത് തക്കാളി ചട്നിയിൽ കുറച്ച് നാളികേരം കൂടെ ചേർത്തിട്ടുള്ള ചട്നിയാണ്, നല്ല ചട്നിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബൈ.